നമസ്കാരം. അസിമുനിർ എങ്ങോട്ട് തിരിഞ്ഞാലും ലോക്കിട്ട ഇന്ത്യൻ ചാരസംഘം കൂടെ തന്നെയുണ്ട്. ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കലും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ജിഹാദ് ഉൾപ്പെടെയുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുവാനും പാകിസ്ഥാൻ പദ്ധതിയിടുമ്പോഴെല്ലാം ഇന്ത്യ കൈയോടെ പൊക്കുന്നുണ്ടായിരുന്നു. ഇതിന് കൃത്യമായി ഇന്ത്യ പ്രതിവിധികൾ ഒരുക്കിയിരുന്നു. അടുത്ത സമയത്തും 4 ഭീകരർക്കാണ് കശ്മീരിൽ ലോക്ക് വീണത്. സുരക്ഷാ സേനയുടെ സംയോജിതമായ ഇടപെടലാണ് ഇവർക്ക് ഡൽഹിയിലേക്ക് കടക്കാൻ സാധിക്കാതെ പോയത്. കുപ്വാരയിൽ നിന്നും ബാരാമുള്ളയിൽ നിന്നും ഇവരെ 4 പേരെയും ഇന്ത്യൻ സേന കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളുടെ മാപ്പും മറ്റു ചിത്രങ്ങളും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കണ്ടെത്തുകയും ഇന്ത്യൻ സേന തത്സമയം തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. പാകിസ്ഥാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാ വശങ്ങളിലും അവിടെയെല്ലാം ഇന്ത്യയുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ തന്നെ ബലൂചിസ്ഥാൻ ഇനി പാകിസ്ഥാന് നഷ്ടപ്പെടുമെന്ന് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അത്തരത്തിൽ പാകിസ്ഥാൻ എന്തു തന്നെ നീക്കം ഇന്ത്യക്കെതിരെ നടത്തുവാൻ വേണ്ടി പദ്ധതിയിട്ടാലും അവിടെയൊക്കെ തുരങ്കം വയ്ക്കുവാൻ ഇന്ത്യ കൃത്യമായ നീക്കം തന്നെ നടത്തി വരുന്നുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സുരക്ഷ ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഓരോ ഭീകരവാദ കേന്ദ്രത്തിലും ഇന്ത്യൻ റോ ഉദ്യോഗസ്ഥർ പതിയിരിപ്പുണ്ട്. എല്ലാ ഭീകര കേന്ദ്രങ്ങളെയും വളരെ കൃത്യമായി ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി അവർ എത്ര പേരുണ്ട്, എന്തൊക്കെ പദ്ധതികളാണ് അവർ തയ്യാറാക്കുന്നത്, അവരുടെ പദ്ധതികൾ എന്തൊക്കെയാണ്, എല്ലാത്തിനെയും കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്. പാകിസ്ഥാന് ഇനിയൊരു നീക്കം ഇന്ത്യക്കെതിരെ നടത്താൻ സാധിക്കില്ല. അത്രയേറെ സന്നാഹങ്ങളാണ് ഇപ്പോൾ ഈ മേഖലകളിലൊക്കെയും ഇന്ത്യ ഒരുക്കി വച്ചിട്ടുള്ളത്. ഭീകരവാദികളുടെ ഏതു നീക്കവും ഇന്ത്യ പൊളിക്കുന്നുണ്ട്, കൃത്യമായി കണ്ടെത്തുന്നുണ്ട്, തകർത്തെറിയുന്നുണ്ട്. തീർച്ചയായും പാകിസ്ഥാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഇന്ത്യ ലോക്ക് വീഴ്ത്തുക തന്നെ ചെയ്യും. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത, ഇന്ത്യക്കെതിരെ ഒരു വലിയ നീക്കം നടത്തുവാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടാൽ ബലൂചിസ്ഥാൻ എങ്കിലും പാകിസ്ഥാന് നഷ്ടപ്പെടും എന്ന ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.